Dear students, today we are going to discuss the formulation of quantum statistics, meaning that we will be discussing the ensemble theory for a quantum mechanical systems, for an ensemble formed by the quantum mechanical systems, and we will be introducing the notion of density matrix. Suppose that we have an ensemble which contains n systems. Okay, നമ്മൾ n systems ഉള്ള ഒരു ensembles ഉണ്ട് where n is very large. The statistically significant ആണെങ്കിൽ n is of the order of Avogadro number ആണെന്ന് നമുക്കറിയാം. അപ്പം ഇത്തരത്തിലൊരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇതിലുള്ള ഓരോ സിസ്റ്റം, ഈ ബോക്സിലുള്ളതെല്ലാം ഓരോ സിസ്റ്റം ഐഡന്റിക്കൽ സിസ്റ്റംസ് ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്പർ ചെയ്തിട്ടുണ്ട് 1 2 3 എക്സെട്ര അപ് ടു k എക്സെട്ര അപ് ടു n. ഓക്കെ, ഇത് kth സിസ്റ്റം ആണ്. ഓക്കെ, നൗ all these are characterized by the same Hamiltonian h. എച്ച് എന്നുള്ള സെയിം ഒരു ഹാമിൽട്ടോണിയനാണ്, ഇതിന്റെ കോമൺ ഹാമിൽട്ടോണിയനാണ്, എല്ലാത്തിനും ഒരേ ഹാമിൽട്ടോണിയനാണ്. ആൻഡ് നമുക്കറിയാം ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ഓരോ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനും ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സിസ്റ്റത്തിനുണ്ട്, രണ്ടാമത്തെ സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്, കോമൺ ഉണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സൈ ആർ കോമ ടി. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. നൗ അസ്യൂം ദാറ്റ് ഒരു കേത്ത് സിസ്റ്റം എടുക്കുക. ആ കേത്ത് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സൈ കെ ആർ കോമ ടി എന്ന് എഴുതി, ആർ ഐ കോമ ടി. ഇനി ടൈം മാറുന്നതിനനുസരിച്ച് ഇത് സ്റ്റേറ്റ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ എവല്യൂഷൻ ഗവേൺ ചെയ്യുന്നത് നമുക്കറിയാം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു എച്ച് സൈ കെ. ഓക്കെ, വേവ് ഫംഗ്ഷൻ സൈ കെ ആയതുകൊണ്ട് സൈ കെ എന്ന് കൊടുത്തു. ഈ ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് ആണ്, അതായത് ഡോ ബൈ ഡോ ടി ഓഫ് സൈ കെ ഓഫ് ആർ കോമ ടി. ഇതിനെയാണ് നമ്മൾ സൈ കെ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം വേവ് ഫംഗ്ഷൻ, ഏതൊരു വേവ് ഫംഗ്ഷനും അതിന്റെ ബേസിസ് വെക്ടേഴ്സിന്റെ ടേംസിലേക്ക് നമുക്ക് എഴുതാം. ഇപ്പം നമുക്ക് സാധാരണ നിങ്ങൾ എഴുതുന്ന ഒരു നൊട്ടേഷൻ വെച്ചിട്ട് കെറ്റ് വെക്ടർ ആണെങ്കിൽ, ഓക്കെ, സപ്പോസ് യു ഹാവ് എൻ ഓർത്തോനോർമൽ സെറ്റ് ഫൈ എന്ന് പറഞ്ഞ ഒരു ബേസിസ് വെക്ടേഴ്സ് ഉണ്ടെന്ന് വെക്കാം. അത് ഫോം ചെയ്യുന്ന ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു ആർബിട്രറി വെക്ടർ ആണ് കെറ്റ് സൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെറ്റ് സൈനെ നമുക്ക് അതിന്റെ ബേസിസ് വെക്ടറിന്റെ ടേംസിൽ ഇങ്ങനെ എഴുതാം: സമ്മേഷൻ ഓവർ എൻ സി എൻ കെറ്റ് ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സി എൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ആണ്. സി എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സാൻഡ്വിച്ച് രണ്ട് സൈഡിലും ഫൈ എൻ കൊണ്ട് സാൻഡ്വിച്ച് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓർത്തോനോർമാലിറ്റി പ്രോപ്പർട്ടി വെച്ചത് റൈറ്റ് സൈഡിൽ 1 ആയിട്ട് മാറും, 1 അല്ല സി എൻ ആയിട്ട് മാറും. സി എൻ എന്ന് പറഞ്ഞാൽ ഫൈ എൻ സൈൻ വരും. ഇപ്പോൾ ഈ ബേസിസ് വെക്ടറിന്റെ ഓർത്തോനോർമാലിറ്റി എന്ന് പറയുന്നത്, ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത് ഫൈ എം ഈക്വൾ ടു ഡെൽറ്റ എൻ, അത് ക്രോണക്കർ ഡെൽറ്റ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിസ് വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഡയമെൻഷൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ എൻ ഈക്വൽ ടു ഫൈനൈറ്റ് ഡയമെൻഷൻ വേണമെങ്കിലും ആവാം. ഇനി ഇവിടെ നമുക്ക് വേവ് ഫംഗ്ഷന്റെ ഫോമിലാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് വേവ് ഫംഗ്ഷനിലേക്ക് മാറ്റുക? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോർഡിനേറ്റ് സ്പേസിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വേവ് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ കോർഡിനേറ്റ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ഫൈ എന്നുള്ളത് വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ആവുന്നത് എങ്ങനെയാണ്? അതിന്റെ കോർഡിനേറ്റ് സ്പേസിലുള്ള, അതായത് പൊസിഷൻ സ്പേസിലെ ബ്രാ വെക്ടർ ആയിട്ട് സാൻഡ്വിച്ച് ചെയ്യാം. അപ്പൊ ബ്രാ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊസിഷൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ സ്റ്റേറ്റ് ആണ് എക്സ് വെക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്രാ എക്സ് കിട്ടും. ബ്രാ എക്സ് ആയിട്ട് സൈ സാൻഡ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി പ്രൊജക്ഷൻ ഓഫ് സ്റ്റേറ്റ് വെക്ടർ ഓൺ ടു ദ പൊസിഷൻ സ്പേസ്. അതാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇവിടെ നമുക്കുള്ളത് സൈ ഓഫ് കേത്ത് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഉണ്ട്, സൈ കെ ഓഫ് ആർ കോമ ടി ഉണ്ട്. അതിന് നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ എഴുതിയ ഒരു എക്സ്പാൻഷൻ, അതായത് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, ഒരു ബേസിസ് വെക്ടർ ഉണ്ട്, ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ പൊസിഷൻ സ്പേസിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഓർത്തോനോർമൽ ഫംഗ്ഷൻസ് ആണ് ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഫൈ എന്നുള്ള ബേസിസ് വെക്ടർ ആണെന്ന് വെക്കുക. അതിന്റെ ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ ഇതാണ്: ഫൈ എൻ സ്റ്റാർ. ഇത് ശരിക്കും സ്റ്റാർ വരുന്നത് ബ്രാ വെക്ടർ ഇടുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫൈ എൻ, ബ്രാ ഫൈ എൻ എന്നുള്ളതിന് പകരം ഇവിടെ ഫൈ എൻ സ്റ്റാർ ഓഫ് ആർ എന്ന് വരും. കെറ്റ് ഫൈ എം എന്നുള്ളതിന് പകരം ഫൈ എം ഓഫ് ആർ എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ പൊസിഷൻ ഫംഗ്ഷൻ സ്പേസിൽ
ത്രൂ ഔട്ട് ദ സ്പേസ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള വോളിയം എലമെന്റ് ആണ് ഇത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്രോണക്കർ ഡെൽറ്റ ഡെൽറ്റ എൻ. ഓക്കെ, നൗ അപ്പൊ ഈ എക്സ്പാൻഷൻ വെച്ചിട്ട് ആദ്യം ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. ആ കോഎഫിഷ്യന്റ് kth സിസ്റ്റം ആണ് എ കെ എന്ന് കൊടുത്തു, എ കെ എൻ. ഇത് സമ്മേഷന്റെ ഉപയോഗിക്കുന്ന ഇൻഡസസ് ആണ് എൻ. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ടൈം ഡിപ്പെൻഡന്റ് ആണ്. ഫൈ എൻ ഓഫ് ആർ ബേസിസ് വെക്ടേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷേ ദറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പൊസിഷൻ കോർഡിനേറ്റ്. നൗ ഈ രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അഗൈൻ സാൻഡ്വിച്ച് എടുക്കുക. അപ്പൊ നമ്മളിവിടെ ബ്രാ ഫൈ എൻ സ്റ്റാർ, ഇവിടെയും ബ്രാ ഫൈ എൻ സ്റ്റാർ എടുക്കുക. അപ്പൊ ഇത് 1 ആവും, ഈ കോഎഫിഷ്യന്റ് പുറത്തോട്ട് വരും അല്ലെ. അപ്പൊ ഫൈ എൻ ബ്രാ ഫൈ എൻ എടുക്കുന്നതിന്, ബ്രാ ഓപ്പറേഷൻ എടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ സ്പേസിൽ ഫൈ എൻ സ്റ്റാർ ഓഫ് ആർ എന്ന് വരും. അതായത് സൈ കെ ഓഫ് ആർ കോമ ടി എന്നൊരു ഡീറ്റോ ഓവർ ദ ഹോൾ സ്പേസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ടൈം എവല്യൂഷൻ എടുക്കുകയാണെന്ന് വെക്കാം. ടൈം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഡെറിവേറ്റീവ് എടുത്തു. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഇത്. ഇപ്പൊ നമുക്ക് അതിന് എ കെ എൻ ഡോട്ട് എന്ന്, ഡോട്ട് റെപ്രസെന്റ്സ് ദി ടൈം ഡെറിവേറ്റീവ്. അപ്പൊ ഇവിടെ ഇതിന്റെ എക്സ്പാൻഷനിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒന്നും ടൈം ഡിപ്പെൻഡൻസ് ഇല്ല. ഇവിടെ ഒന്നും ടൈം ഡിപ്പെൻഡൻസ് ഉള്ളത് ഇവിടെ മാത്രം. അപ്പൊ ഇവിടെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഡോട്ട് ഇട്ടു. ഓക്കെ, നൗ അതിന് രണ്ട് സൈഡിലും ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഐ എച്ച് ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഐ എച്ച് ക്രോസ് എ എൻ കെ ഡോട്ട് എന്ന് എഴുതി. ഇവിടെ ഐ എച്ച് ക്രോസ് ഞാൻ ഇവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്, ഐ എച്ച് ക്രോസ് സൈ കെ ഡോട്ട് എന്ന് എഴുതി. പക്ഷെ ഇത് എന്താണ്, നമ്മുടെ ഷോഡിഞ്ചർ ഇക്വേഷന്റെ, നേരത്തെ എഴുതിയ ഷോഡിഞ്ചർ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇവിടെ മാറ്റി എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതുന്ന സമയത്ത് ഫൈ എൻ സ്റ്റാർ എച്ച് സൈ കെ ആർ കോമ ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, നൗ ദിസ് യു ക്യാൻ റൈറ്റ് ആസ്, ഈ സൈ കെക്ക് പകരം ഈ എക്സ്പാൻഷൻ ഈ ഇക്വേഷൻ 1ൽ കൊടുത്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ഫൈ എൻ സ്റ്റാർ ഓഫ് ആർ എച്ച്, ഇവിടെ ഓൾറെഡി എൻ വന്നുകൊണ്ട് ഞാൻ വേറൊരു ഇൻഡെക്സ് യൂസ് ചെയ്യുന്നു, എം എ കെ എം which is a function of time, and phi m. Phi m is obviously function of r. Okay, with the dito, with the volume element. Okay, now you can simplify this. Okay, നമ്മൾ ഇന്റഗ്രൽസ് സമ്മേഷൻ പുറത്തോട്ട് എഴുതി, ബാക്കിയുള്ളതൊക്കെ എഴുതാം. ഈ കോഎഫിഷ്യന്റ് എല്ലാം ടൈമിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഈ വോളിയം, ഇത് വോളിയം ഇന്റഗ്രൽ ആണ്. ടൈമിന്റെ ഫങ്ഷൻസ് മാത്രം പുറത്തോട്ട് എഴുതുക. ബാക്കി എഴുതുന്ന സമയത്ത് യുൽ ഗെറ്റ് ഫൈ എൻ സ്റ്റാർ എച്ച് ഫൈ എം ഡീറ്റോ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എം എച്ച് എൻ എം. അതായത് ഇത് ഹാമിൽട്ടോണിയന്റെ മെട്രിക്സ് nth മെട്രിക്സ് എലമെന്റ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ എന്തുണ്ട്, എ കെ എം ഓഫ് ടി ഉണ്ട്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഡൗൺ എച്ച് എൻ എം, അതായത് nth മെട്രിക്സ് എലമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഫൈ എൻ സ്റ്റാർ ഓഫ് ആർ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഫൈ എം ഓഫ് ആർ ഡീറ്റോ. ഇതാണ് മെട്രിക്സ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എ കെ എമ്മിന്റെ പ്രത്യേകത എന്താ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ദ ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഫൈ എൻ. ഓക്കെ, the probability of for finding kth system of ensemble in the state phi n, അതായത് phi n എന്നുള്ള സ്റ്റേറ്റിൽ kth സിസ്റ്റം കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എ കെ എൻ ഓഫ് ടി സ്ക്വയർ. ഓക്കെ, അറ്റ് എനി ഇൻസ്റ്റന്റ് ടൈം
ഏതെങ്കിലും ഒരു ടൈമിൽ kth സിസ്റ്റം ഓഫ് എൻസെമ്പിൾ ഫൈ എൻ എന്നുള്ള സ്റ്റേറ്റ്, അത് എ എൻ എന്നുള്ളത് ഫൈ എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. അപ്പോൾ ഫൈ എൻ എന്നുള്ള സ്റ്റേറ്റിൽ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി ആണ് മോഡുലസ് ഓഫ് എ കെ എൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം സിസ്റ്റം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിരിക്കും, അതായത് ഫൈ എൻ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, എൻ ഈക്വൽ ടു റൺസ് ഫ്രം 0 1 2 എക്സെട്ര. അപ്പം 0 കൊടുക്കണമെന്നില്ല, 1 2 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും, ഫൈ വണ്ണിലായിരിക്കാം, ഫൈ ടൂലായിരിക്കാം, ഫൈ ത്രീയിലായിരിക്കും, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. പക്ഷെ ഇതിന്റെ എല്ലാ പ്രോബബിലിറ്റിയും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. അതാണ് നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാം സം എടുത്ത് ഈ പ്രോബബിലിറ്റീസിന്റെ എല്ലാം, അത് ഫൈ എന്നിലാവാൻ വേണ്ട പ്രോബബിലിറ്റി ആണിത്, ആ ഫൈ എൻ എല്ലാ സ്റ്റേറ്റിലും ആവാനുള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ടോട്ടൽ പ്രോബബിലിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ കെ. ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും, ഏത് സിസ്റ്റത്തിന്റെ ഏത് എൻസെമ്പിളുള്ള ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും നമുക്കിത് ട്രൂ ആണെന്ന് നമുക്ക് പറയാം. Now we introduce the density operator. Density operator. ഡെൻസിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഓക്കെ, ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് ദ എൻസെമ്പിൾ ആവറേജ്, അതായത് ആവറേജ് എടുക്കണം, കെ ഫ്രണ്ട്സ് ഫ്രം 1 to n. അതായത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മീൻ ചെയ്യുന്നത് എൻസെമ്പിൾ ആവറേജ് ആണ്. അതായത് കെ എന്ന് പറയുന്ന ഇൻഡെക്സ് റൺ ചെയ്യുന്നത് 1 to n, എത്ര സിസ്റ്റംസ് ഉണ്ടോ അത്രയും സിസ്റ്റത്തിന്റെ സം ചെയ്യുക, എന്നിട്ട് ആ നമ്പർ ഓഫ് സിസ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന് എൻസെമ്പിൾ ആവറേജ് പറയുന്നത്. ഓക്കെ, ഓഫ് ദ ക്വാണ്ടിറ്റി, എൻസെമ്പിൾ ആവറേജ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓപ്പറേറ്റർ. ഓക്കെ, ഇതിനെ സ്റ്റേറ്റ് വെക്ടറിന്റെ ടേംസിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ psi k ഓഫ് ടി കെറ്റ് ബ്ര psi k ഓഫ് ടി. ഇതാണ് ഡെൻസിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൻസിറ്റി മെട്രിക്സ് എലമെന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം റോ എം എൻ അറ്റ് ആൻ ഇൻസ്റ്റന്റ് ടി എന്ന് പറയുന്നത് 1/n സമ്മേഷൻ ഓവർ k 1 to n. ഇതറിയാം, കെറ്റ് വെക്ടർ ആണെങ്കിൽ കോഎഫിഷ്യന്റ് സ്റ്റാർ ഉണ്ടാവില്ല, സോ എ കെ എം, അതായത് എം വരാൻ കാര്യം ഇതിന്റെ ആദ്യത്തെ ഇൻഡെക്സ് എം ആണ്, അത് ഇവിടെ എഴുതും. ഓക്കെ, എ കെ എം ഓഫ് ടി. ഇനി അടുത്ത ബ്രാ വെക്ടർ ആണ്, അപ്പോൾ എ കെ എൻ സ്റ്റാർ ഓഫ് ടി, ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഇതിന്റെ ഓർഡർ മാറിപ്പോകാൻ പാടില്ല. ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഇൻഡെക്സ് എം ആയിരിക്കണം, അല്ല അവസാനത്തെ ഇൻഡെക്സ് എൻ ആയിരിക്കണം. എൻ ഇൻഡെക്സിൽ അവസാനത്തെ ഇൻഡെക്സിനുള്ളതിനൊരു സ്റ്റാർ കൂടി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡെൻസിറ്റി മെട്രിക്സ് ഇങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതില് ഡയഗണൽ എലമെന്റ്സ് എടുക്കാന്നിരിക്കാം. ഇപ്പോൾ ഡയഗണൽ എലമെന്റ്സ് എടുക്കുമ്പോൾ എന്താ വരിക, റോ എൻ എൻ. ഇതൊരു മെട്രിക്സ് ആണ്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് പറയുമ്പോൾ റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും സെയിം ആയിരിക്കണം. എം ഈക്വൽ ടു എൻ ആണ് ഉള്ള കണ്ടീഷനാണ് ഡയഗണൽ എലമെന്റ്സ് വരുന്നത്. ഇപ്പോൾ ഡയഗണൽ എലമെന്റ്സ് വരുമ്പോൾ 1/n k 1 to n a k n of t a k n of t star. So this you can write down 1/n summation over k 1 to n modulus of a k n സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ എൻ എൻ ഡയഗണൽ എലമെന്റ്സ് ആർ ദി പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം, അതായത് നമുക്ക് ഒരു എൻസെമ്പിളിൽ റാൻഡം ആയിട്ട് കേത്ത് സിസ്റ്റം എടുക്കാം, ഏതെങ്കിലും ഒരു സിസ്റ്റം എൻസെമ്പിളുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം എടുക്കുക, ആ കേത്ത് സിസ്റ്റം ഫൈ എൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലാവാൻ വേണ്ട പ്രോബബിലിറ്റി ആണ് ഈ ഡയഗണൽ എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കേത്ത് സിസ്റ്റം ഫൈ എന്നുള്ള സ്റ്റേറ്റിലാവാൻ വേണ്ട ആവറേജ് പ്രോബബിലിറ്റി ആണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഒരു ഡബിൾ ആവറേജിങ് പ്രോസസ് ഉണ്ട്. ഒന്ന് ഒരു എൻസെമ്പിൾ ആവറേജ് ഉണ്ട്,
1/n വെച്ചിട്ട് ചെയ്യുന്ന ഒരു എൻസെമ്പിൾ ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആവറേജിങ് പ്രോസസ്സ് ഉണ്ട്. കാരണം n എന്നുള്ള ഏതൊരു സ്റ്റേറ്റിൽ വേണമെങ്കിലും ആവാം. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോബബിലിസ്റ്റിക് ആവറേജിങ് പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. ടോട്ടൽ സമ്മേഷൻ ഓവർ റോ nn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇപ്പൊ റോ nn ഇവിടെ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. 1/n സമ്മേഷൻ ഓവർ k. അപ്പൊ ഇവിടെ ഒരു സമ്മേഷൻ ഉണ്ട് 1 to n akn സ്ക്വയർ അല്ലേ? അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. റോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതിന്റെ കൂടെ ഒരു സമ്മേഷൻ കൂടി ഇടുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ആവറേജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഈ സമ്മേഷൻ കൊണ്ടുള്ള എൻസെമ്പിൾ ആവറേജ് ഉണ്ട്, ഒന്ന് പ്രോബബിലിറ്റി ആസ്പെക്ട് പ്രകാരം ഉള്ള ഒരു സമ്മേഷൻ ആണ് ഇത്. ഈ സമ്മേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1/n പുറത്തെടുത്തു. നമുക്ക് k സമ്മേഷൻ ആദ്യം ചെയ്യാം, ഇത് ഇന്റർചേഞ്ച് ചെയ്യുന്നത് കുഴപ്പമില്ല. ഓക്കെ, സമ്മേഷൻ ഓവർ n akn സ്ക്വയർ. അപ്പൊ ഇത് എന്ന് പറയുന്നത് kth സിസ്റ്റം φn ആവാൻ വേണ്ട പ്രോബബിലിറ്റി ആണ്. അങ്ങനെ kth സിസ്റ്റം എല്ലാ φn-ലും, അതായത് φ1 φ2 φ3 എല്ലാത്തിലും ആവാനുള്ള പ്രോബബിലിറ്റി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും, നമുക്കറിയാം. അപ്പൊ ഇത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/n summation k equal to 1 to n 1. ഓക്കെ, സോ ദിസ് ഈസ് 1. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 സമ്മേഷൻ k റൺസ് ഫ്രം 1 to n 1 ചെയ്ത് കഴിഞ്ഞാൽ 1 ഇതിന്റെ ആൻസർ 1n ആണ്. സോ ദിസ് ഈക്വൽ ടു 1. ഓക്കെ, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് മറ്റൊരു തരത്തിൽ നമുക്ക് എഴുതാം. ഇതിപ്പോ ഡെൻസിറ്റി മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ സം ആണ്, അതായത് ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ട്രേസ് ഓഫ് റോ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടും എഴുതാം. അതായത് ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലമെന്റ് ഓപ്പറേഷൻ പറയുന്ന പേര് ട്രേസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രേസ് ഓഫ് റോ ഈക്വൽ ടു 1 എന്ന് പറയാം. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു രീതിയാണ് ട്രേസ് ഓഫ് റോ 1 ആണെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡെൻസിറ്റി ഓപ്പറേറ്റർ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡെൻസിറ്റി ഫംഗ്ഷനുമായിട്ട് അനലോഗസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ക്ലാസിക്കൽ ലയവൽസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെൻസിറ്റി ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇവിടെ അതിന്റെ ക്ലാസിക്കൽ ലയവൽസ് ഇക്വേഷന്റെ അനലോഗസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, റോ mnth ഡെൻസിറ്റി മെട്രിക്സ് എലമെന്റിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു IH ക്രോസ് എന്നുള്ള ക്വാണ്ടിറ്റി കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ ആവശ്യം എന്താണെന്ന് പിന്നീട് നമ്മൾ സബ്സിക്വന്റ്ലി നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കൂടിയാണ് IH ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ ഇതിന്റെ എവല്യൂഷൻ എടുത്ത സമയത്ത് IH ക്രോസ് AKN ഡോട്ട് എന്ന് എടുത്ത സമയത്ത് അതിന്റെ കൂടെ ഒരു IH ക്രോസ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡെറിവേഷനിൽ. ഇപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ IH ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു റോ mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇവിടെ ടൈം ഡെറിവേറ്റീവ് എടുക്കണം. ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് ടൈം ഡിപ്പെൻഡന്റ് ആണ്, ഇത് ടൈം ഡിപ്പെൻഡന്റ്. പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എഴുതണം. ഓക്കെ, ഇപ്പോൾ 1/n കോമൺ ആണ്, സമ്മേഷൻ ഓവർ k അതും കോമൺ ആണ്, 1 to n. akm ഡോട്ട് വരും. ടൈം ഡെറിവേറ്റീവ് ആദ്യം ഫസ്റ്റത്തെ ഇതിൽ ടൈം ഡെറിവേറ്റീവ് എടുക്കുക, ank സ്റ്റാർ t അതവിടെ വെച്ചു, പ്ലസ് akm ഓഫ് t ak സ്റ്റാർ ഓഫ് n t ഇത്രയും ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്ക് ഒരു IH ക്രോസ് എന്നുള്ള ടേം ഉണ്ട്, IH ക്രോസ് ഇവിടെ ഇട്ട് കൊടുക്കുക, IH ക്രോസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ,
നൗ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. IH ക്രോസ് AK n ഡോട്ട് എന്നുള്ളതുണ്ട്. അതിന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ IH ക്രോസ് AK n സ്റ്റാർ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ സ്റ്റാർ എടുക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ സ്റ്റാർ രണ്ട് സൈഡിലും അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ഇറ്റ് ആസ് IH ക്രോസ് മൈനസ് IH ക്രോസ് AKN dot star of T equal to HNM star. HNM സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ HNM തന്നെയാണ് വരിക, കാര്യം H ഹെർമിഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് AKM of T സ്റ്റാർ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇൻഡിസസ് ഒക്കെ ശ്രദ്ധിക്കണം. ഇവിടെ AKN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇവിടെ വേറൊരു ഇൻഡെക്സ് വരുന്നുണ്ട്, M എന്നുള്ളൊരു ഇൻഡെക്സ് വരുന്നുണ്ട്. പക്ഷേ M ഓൾറെഡി ഇവിടെ ഉള്ള ഇൻഡെക്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് പകരം L എന്നുള്ളൊരു ഇൻഡെക്സ് കൊടുക്കുക. ഓക്കെ, കാര്യം ഇവിടെ ഇല്ലാത്ത ഇൻഡെക്സ് വേണം ഇവിടെ സമ്മേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ. അതുപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും M എന്നുള്ള N എന്നുള്ള ഇൻഡെക്സ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ N അല്ലാത്ത വേറൊരു ഇൻഡെക്സ് ഇതിൻ്റെ സമ്മിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊന്ന് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഡെൻസിറ്റി ഓപ്പറേറ്റർ, അപ്പോൾ ഈ AKM എന്നുള്ളതിൻ്റെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ AKM-ഉം AKN-ഉം AKN സ്റ്റാറും ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി മെട്രിക്സിൻ്റെ എലമെൻസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. അപ്പോൾ കിട്ടുന്നത് നമുക്ക് ഫൈനലി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത് IH ക്രോസ് റോ MN ഡോട്ട് ഈക്വൽ ടു ഇങ്ങനെയാണ് വരിക, സമ്മേഷൻ ഓവർ, അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ എഴുതാം, L HML റോ LN മൈനസ് റോ ML HLN, ഇങ്ങനെയാണ് വരിക. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി മെട്രിക്സ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ചുരുക്കി ഇതിനെ മാറ്റി എഴുതാം പിന്നീട്. എങ്ങനെയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H റോയുടെ mnth എലമെൻ്റ് ആണ്, മൈനസ് ഇത് റോ Hൻ്റെ mnth എലമെൻ്റ് ആണ്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ H റോ മൈനസ് റോ H എന്നുള്ള മെട്രിക്സിൻ്റെ mnth എലമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഡൗൺ IH ക്രോസ് റോ MN dot equal to H റോ മൈനസ് റോ H MN. എലമെന്റ് വൈസ് എന്നുള്ളത് മാറ്റിയിട്ട് മെട്രിക്സിന്റെ ടേംസിലേക്ക് എഴുതുന്ന സമയത്ത് IH ക്രോസ് റോ ഡോട്ട് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ ഓഫ് H കോമ റോ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതിനെ ക്വാണ്ടം മെക്കാനിക്കൽ അനലോഗ് ഓഫ് ക്ലാസിക്കൽ ലയവിൽസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതിന് വോൺ ന്യൂമാൻ ഇക്വേഷൻ എന്നും പറയും. വോൺ ന്യൂമാൻ ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം അനലോഗ് ഓഫ് ക്ലാസിക്കൽ ലയവിൽസ് ഇക്വേഷൻ. ഓക്കെ, ഇത് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ആണ്, CB കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ആണ്. നൗ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ ലയവിൽസ് ഇക്വേഷൻ പഠിച്ച സമയത്ത് അതിന്റെ കോൺസിക്വൻസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ്? ഓക്കെ, ഒരു സിസ്റ്റം, ഒരു ഇക്ലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആയിരുന്നു. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡി റോ ബൈ ഡി ടി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ് ഒരു സിസ്റ്റം ഇക്ലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻ.
അത് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെയും ഒരു സിസ്റ്റം ഇക്ലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് പറയാം റോ എം എൻ ഡോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അത് 0 ആയിരിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റോ എം എൻ ഡോട്ട് 0, ഇത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂട്ടേറ്റർ 0 ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എച്ച് കോമ റോ ഷുഡ് ബി 0. ഇത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അതായത് എച്ചും ഹാമിൽട്ടോണിയനും ഡെൻസിറ്റി ഓപ്പറേറ്ററും കമ്മ്യൂട്ട് ചെയ്യണം, അപ്പോഴാണ് സിസ്റ്റം ഇക്ലിബ്രിയത്തിലാണെന്ന് പറയാം. ഇനി റോ എം എൻ ഡോട്ട് 0 ആവണമെങ്കിൽ വി മസ്റ്റ് ഹാവ് റോ മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് ഹാമിൽട്ടോണിയൻ. റോ ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് ഹാമിൽട്ടോണിയൻ ആൻഡ് എച്ച് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. എച്ചിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് ടൈമിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷെയർ ദ കോമൺ ഐഗൻ ബേസിസ് എന്നുള്ളൊരു തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിസ്റ്റം ഇക്ലിബ്രിയത്തിലാണെങ്കിൽ ഇത് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, എച്ചും റോയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എച്ചും റോയും കമ്മ്യൂട്ട് ചെയ്യുന്നത് ദേ ഷെയർ കോമൺ ഐഗൻ ബേസിസ്. അതായത് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എച്ച് ബേസിസ് ഫംഗ്ഷൻ വേറെ എച്ചിന്റെ ഐഗൻ ഫംഗ്ഷൻസ് ബേസിസ് ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ റോ എന്നുള്ള മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. എച്ചിന്റെ ഐഗൻ ഫംഗ്ഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം എച്ച് എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ എൻ ഡെൽറ്റ എൻ എം എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോറി, ഡെൽറ്റ എം എൻ. ഓക്കെ, അതായത് ഫൈ എൻ എന്നുള്ളത് ബേസിസ് ഫങ്ഷൻസ് ഓഫ് എച്ച് ആണെങ്കിൽ, അല്ലെ? നമുക്കറിയാം ഒരു മെട്രിക്സിന്റെ ഐഗൻ ഫങ്ഷൻസ്, ഇപ്പൊ എ എന്നുള്ള മെട്രിക്സിന്റെ ഐഗൻ ഫങ്ഷൻസ് ആണ് ബേസിസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ആ ബേസിസിൽ മെട്രിക്സ് ഡയഗണൽ ആയിരിക്കും, അല്ലെ? ഇനി ഇതേ ബേസിസിൽ ഈ ഫൈ എന്നുള്ള ബേസിസിൽ തന്നെ ഡെൻസിറ്റി മെട്രിക്സ് എലമെന്റ് എഴുതുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ ദേ ഷെയർ കോമൺ ഐഗൻ ബേസിസ്. ആ തിയറം പ്രകാരം റോ എം എൻ എന്ന് പറയുന്നത് റോ എൻ ഡെൽറ്റ എം എൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇവിടെ റോ എൻ എന്ന് പറയുന്നത് the probability that a system chosen at random at an instant time t from the ensemble is found to be in the state phi n. അതായത് ആ എൻസെമ്പിളിൽ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഫൈ എൻ എന്നുള്ള സ്റ്റേറ്റിലേക്ക് ആവാൻ വേണ്ട പ്രോബബിലിറ്റിയാണ് അറ്റ് എനി ടൈം ടി ആണ് റോ എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്നുണ്ട്. എങ്ങനെ പ്രൂവ് ചെയ്യാം? സമ്മേഷൻ ഓവർ എൻ റോ എൻ ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. ഓക്കെ, നൗ ഇനി സപ്പോസ് ഫൈ എൻ എന്ന് പറയുന്നത് നോട്ട് ദി ഐഗൻ ഫംഗ്ഷൻ ഓഫ് എച്ച്, എച്ചിന്റെ ഐഗൻ ഫംഗ്ഷൻസ് ആണ് അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി മെട്രിക്സ് കനോട്ട് ബി റിട്ടേൺ, ഈ ഡയഗണൽ ഫോമിൽ എഴുതാൻ പറ്റില്ല. പക്ഷേ നമുക്ക് റോ എം എൻ എന്നുള്ളത് ഡെൻസിറ്റി മെട്രിക്സിന്റെ എലമെന്റ് ഒരു പ്രത്യേകത എന്നാണ്, എപ്പോഴും റോ എം എൻ എന്ന് പറയുന്നത് റോ എൻ എമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ റീസൺ, ഫിസിക്കൽ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ബാലൻസിങ് എന്നാണ് ഇവർ പറയാം. കണ്ടീഷൻ ഫോർ ഡീറ്റെയിൽഡ് ബാലൻസിങ്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം റോ എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ എം എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഫൈ എൻ എന്നുള്ള സ്റ്റേറ്റിലേക്കുള്ള സ്വിച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വലി കൗണ്ടർ ബാലൻസ്ഡ് ബൈ ദ സ്വിച്ചിങ് ഫ്രം ഫൈ എൻ ടു ഫൈ എം. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്വിച്ചിങ് സിസ്റ്റത്തിന് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രോബബിലിറ്റിയും ഈക്വൽ ആണ്, ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പറയുന്ന പേരാണ് കണ്ടീഷൻ ഫോർ ഡീറ്റെയിൽഡ് ബാലൻസിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സ് എലമെന്റ്സ് സിമെട്രിക് ആയിരിക്കും. അതായത് ഇതിന്റെ റോയുടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ റോ തന്നെയാണ് കിട്ടുക. ഓക്കെ, റോ ട്രാൻസ്പോസ് കിട്ടും റോ. ഓക്കെ, ട്രാൻസ്പോസ് എടുക്കാന്ന് പറഞ്ഞാൽ മെട്രിക്സ് എലമെന്റ്സ് റോ എം എൻ എന്നുള്ളത് റോ എൻ എം ആയിരിക്കും. ഓക്കെ,
ഇതാണ് കണ്ടീഷൻ ഫോർ ഡീറ്റെയിൽഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. നൗ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ആൻ ഓപ്പറേറ്റർ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് നിർത്താം. ഒരു ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഈ എൻസെമ്പിളിലെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഉണ്ട്, സൈ എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, ജി എന്നുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദിസ് ഇസ് ഈക്വൽ ടു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ് സൈ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈ ആർ സ്റ്റാർ ജി ഓപ്പറേറ്റർ psi of r d tau. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എക്സ്പെക്ടേഷൻ വാല്യൂ എഴുതുന്ന ഒരു ഫോർമുലയാണ്, അല്ലെങ്കിൽ ഈ തരത്തിലാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എൻസെമ്പിൾ ആവുന്ന സമയത്ത് എൻസെമ്പിളിൽ കെ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആവറേജിങ് പ്രോസസ്സ് കൂടി നടത്താനുണ്ട്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ എൻസെമ്പിളിൽ ഒരു ഓപ്പറേറ്ററിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് 1/n എൻസെമ്പിൾ ആവറേജിങ് പ്രോസസ്സ് കൂടി ചെയ്യാം, k equal to 1 to n. ഓക്കെ, ഇനി kth സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ എഴുതി ടി ജി, ഇതിന്റെ സ്റ്റാർ ഉണ്ട്, ജി ഓപ്പറേറ്റർ സൈ കെ ആർ ടി ഡി ടൗ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആയി. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, k equal to 1 to n. ഇതിനെ ഞാൻ ഇന്റഗ്രൽ പുറത്തെടുത്തു. ഇതിനെ നമുക്ക് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. അതായത് സൈ കെ ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, സമ്മേഷൻ ഓവർ എം എ കെ എം ഫൈ എം ആയിരുന്നു, ഫൈ എം ഓഫ് ആർ എ കെ എം ഓഫ് ടി. ഓക്കെ, സോ ദിസ് യു ക്യാൻ റൈറ്റ് ഡൗൺ. അതിന്റെ സ്റ്റാർ എടുക്കണം. സ്റ്റാർ എടുക്കുന്ന സമയത്ത് എ കെ സ്റ്റാർ എൻ എടുക്കാം, ഫൈ എൻ ജി ഓപ്പറേറ്റർ. ഇവിടെയും അഗൈൻ നമുക്ക് സെയിം എക്സ്പാൻഷൻ ഉപയോഗിക്കാം, വേറെ ഇൻഡെക്സ് കൊടുക്കാം, എം എന്നുള്ളത് കൊടുക്കാം, എ കെ എം ഫൈ എം ഡി ടോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സമ്മേഷൻ ഇന്റഗ്രലിന്റെ ഉള്ളിൽ പൊസിഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, ബാക്കിയെല്ലാം പുറത്തെടുക്കാം. ബാക്കി ഉള്ളത് 1/n k equal to 1 to n ഓക്കെ, ഈ ഇന്റഗ്രലിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇവിടെയാണല്ലോ ആർ ഉള്ളത്, ഇവിടെയുണ്ട് ഒരു ആറ്. ഓക്കെ, സമ്മേഷൻ ഓവർ എൻ കോമ എം ഇതിവിടെ എഴുതി. അതിൻ്റെ ഓർഡർ മാറ്റാൻ പാടില്ല, ക്വാണ്ടിറ്റീസിൻ്റെ ഓർഡർ. ഓക്കെ, ഇൻ്റഗ്രൽ കൊണ്ടുപോയി ഫൈ എൻ ഓഫ് ആർ ജി ഫൈ എം ഓഫ് ആർ ഫൈ എം സ്റ്റാർ ഉണ്ട് ഡി ടൗ. ഇത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രൽ കഴിഞ്ഞതിന് ശേഷം എ കെ എം ഓഫ് ടി ഉണ്ട്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ടൈം. ആൻഡ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എൻ എം ആണ്, മെട്രിക്സ് എലമെന്റ് ഓഫ് ദ ഓപ്പറേറ്റർ ജി എൻ എം. ഓക്കെ, 1/n k equal to 1 to n a k star of t g n m a k m of t എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നൗ ഈ മെട്രിക്സ് എലമെന്റ്സിനെ നമുക്ക് ഓപ്പറേറ്റേഴ്സിന്റെ ഓർഡർ ആണ് മാറ്റാൻ പാടില്ല, മെട്രിക്സ് എലമെന്റ്സിന്റെ ഓർഡർ മാറ്റാം. ഇപ്പം ജി എൻ എമ്മിനെ ഞാൻ ആദ്യം ഇതിന് അവസാനത്തേക്ക് എഴുതി. സോ 1/n സമ്മേഷൻ ഓവർ, ഇവിടെ ഒരു സമ്മേഷൻ കൂടി ഉണ്ട്, n കോമ എം k equal to 1 to n summation over m comma n a k star of t a k m of t g n m.
ഓക്കെ. അപ്പോൾ ഇവിടെ എഴുതുന്നത് ഇത്രയും പാർട്ട് ഇതിനെ നമുക്ക് റോ എൻ എം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ കോമ എം, ഇത് എൻ ആണ്, റോ എൻ എം ജി എൻ എം. ഓക്കെ. സോറി, ഇതിൻ്റെ ഓർഡർ മാറ്റാനുണ്ട്. ഡെൻസിറ്റി മെട്രിക്സിൻ്റെ ഡെഫിനിഷനിൽ സ്റ്റാർ ഉള്ളതാണ് സെക്കൻഡ് ഇൻഡെക്സ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എഴുതേണ്ട ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഇത് എം എൻ എൻ ആണ്. ഓക്കെ. നൗ രണ്ട് ഇൻഡെക്സ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത് സം ചെയ്യുന്നുണ്ട് അല്ലേ. എക്സ്പെക്ടേഷൻ വാല്യൂ ജി ഈക്വൽ ടു സമ്മേഷൻ ഓവർ എം റോ ജിയുടെ എം എംത്ത് എലമെന്റ് ആണ്. ഓക്കെ. ഇവിടെ രണ്ട് ഇൻഡെക്സ് ഉണ്ട്, എൻ ഇൻഡെക്സ് സം ചെയ്യുന്നത്, അതായത് എ പ്രൊഡക്റ്റ് എ, രണ്ട് മെട്രിക്സ് എയും ബിയും എടുക്കുകയാണെങ്കിൽ ആ എ ബിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എ ഇൻറ്റു ബി, ബിയുടെ എം എൻത്ത് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ എൽ എ എം എൽ ബി എൽ എൻ ആണ്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഈ രീതിയിൽ എഴുതാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എംത്ത് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് ആണ്. ഏതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് ആണ്? ഡയഗണൽ എലമെന്റ്സിന്റെ സം എന്ന് പറയുമ്പോൾ ട്രേസ് ഓഫ് റോ ജി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ജി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് റോ ജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇനി സപ്പോസ് ജി 1 ആണെന്ന് വയ്ക്കാം, യൂണിറ്റ് ഓപ്പറേറ്റർ ആണെന്ന് ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് യൂണിറ്റ് ഓപ്പറേറ്റർ എന്ന് കൊടുത്തത് 1 ആയിരിക്കും. സോ ദിസ് ഇസ് ഇക്വൽ ടു ട്രേസ് ഓഫ് റോ ജി 1 ആയതുകൊണ്ട്. അപ്പോൾ ട്രേസ് റോ 1 ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്നുള്ള ഒരു നോഷൻ നമുക്ക് ഈ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ. ഇനി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണെങ്കിലാണ്. സ്റ്റേറ്റ് നോർമലൈസ്ഡ് അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇപ്പോൾ ജി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് റോ ജി ആണ്. സ്റ്റേറ്റ് നോർമലൈസ്ഡ് അല്ലെങ്കിൽ ട്രേസ് റോ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ. സോ ഈ രീതിയിലാണ് ഒരു എൻസംബിളിലുള്ള എക്സ്പെക്ടേഷൻ വാല്യൂ, ഒരു ഒബ്സർവബിളിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay. Hope you understood the video. Thank you.